കഴിഞ്ഞ ദിവസം അവൻ കുടിച്ചപ്പോൾ അവന്റെ വായിൽ കുറച്ച് ചെളിവെള്ളം വീണെന്ന് പറഞ്ഞ് വലിയ കോലാഹലമായി. അത് ആൾക്കാരൊക്കെ അയ്യോ അയ്യോ ഇത് ചെളിവെള്ളം എന്താണിത്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും കഴിക്കുന്നതും കുടിക്കുന്നതുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഏറ്റവും പ്രൈമറി നമ്മുടെ ഈ ശരീരത്തിന് വേണ്ട പ്രാണവായുവാണ്. അത് ഏറ്റവും വിഷമടങ്ങിയ പുകയും പൊടിയും എല്ലാമാണ് നിങ്ങൾ ശ്വസിക്കുന്നത്. ഞങ്ങളല്ല, ഭാഗമല്ല. അവൻ മിയാക്ക് ഇൻഡോർ ജംഗിൾസ് ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് അവൻ വളരുന്നത്. ഓക്കെ, രണ്ടാം വെള്ളം, കുടിക്കുന്ന വെള്ളം. നിങ്ങൾ കുടിക്കുന്നത് മൈക്രോ പ്ലാസ്റ്റിക്കും ക്ലോറിൻ അടങ്ങിയ ശുദ്ധമല്ലാത്ത വെള്ളം. അതായത് ഒരു ഫുൾ ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ATM കാർഡിന്റെ അത്രയുള്ള പ്ലാസ്റ്റിക് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ആ സാഹചര്യം അങ്ങനെ ആക്കി കഴിഞ്ഞു ഇവരെല്ലാം കൂടി. നമ്മുടെ ഗവൺമെന്റും ജുഡീഷ്യറിയും എല്ലാവരും കൂടി പോപ്പുലേഷൻ കുറക്കാനുള്ള മാതൃകയിൽ ഒരു സ്ലോ പോയിസൺ ആയിട്ട് പ്ലാസ്റ്റിക് എന്നുള്ളൊരു വിഷം നമ്മുടെ ഡെയിലി ലൈഫിൽ അവർ ഇൻജക്ട് ചെയ്തു. ഓക്കെ, വിത്തൗട്ട് പ്ലാസ്റ്റിക് വി ക്യാൻ സർവൈവ് നോ എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോയി. കാരണം ചുറ്റും നോക്കിയാൽ മതി, പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ഇതെല്ലാം അടങ്ങിയ പ്ലാസ്റ്റിക് അടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം നിങ്ങൾ കഴിക്കുന്നുണ്ട്. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെ, കൊക്കക്കോള, പെപ്സി, ഇതെല്ലാം എന്ന് പറഞ്ഞ കൊടൂര വിഷം ആ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ബാഹുവിന് കൊടുക്കാറില്ല അത്. പിന്നെ ഉള്ളത് ഷുഗർ അടങ്ങിയ ഭക്ഷണം അല്ലെ, ഷുഗർ അവൻ കഴിക്കുന്നുണ്ട്. അപ്പോ ഷുഗർ ഡൈജസ്റ്റ് ആവണം. ഡൈജസ്റ്റ് ആണെങ്കിൽ എല്ലിൽ നിന്നും പല്ലിൽ നിന്നും കാൽസ്യം വേണം. അതുകൊണ്ടാണ് പിള്ളേർക്ക് പുഴുപ്പല്ല് വരുന്നത്. ഓക്കെ, കുട്ടികളുടെ എല്ലെല്ലാം പെട്ടെന്ന് ഒടിയുന്നത്. അപ്പൊ ഇതെല്ലാം ലീഡ് ചെയ്യുന്നത് ആശുപത്രികളിലേക്കാണ്. ആശുപത്രി എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ സ്കൂളല്ല, ദേവാലയങ്ങളല്ല, കൂടുതലുള്ള ആശുപത്രികളാണ്. ആശുപത്രിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റോഡിൽ കുഴി അവർ അടക്കില്ല. കാരണം അവിടെ ഒരു ആൾ വന്ന് തലടിച്ച് വീഴണം, എന്നാലേ അവർക്ക് അവിടെ സർജറിക്കുള്ള 50 ലക്ഷം 1 കോടി കിട്ടും. ഓക്കെ, അവിടെ അങ്ങനെ പോട്ടെ. പിന്നെ കാണ അവർ വൃത്തിയാക്കില്ല. കാണ എന്നുള്ള സംഭവം തന്നെ ഇവിടെ വേണ്ടാത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ കാണയിൽ നിന്നും കൊതുകുകൾ ഉണ്ടായി വരുന്നു. ആ കൊതുകുകൾ കടിച്ച് നമുക്ക് പിന്നെ ചിക്കൻ ഗുനിയ, ഡെങ്കി ഇതെല്ലാം ഉണ്ടാവും. ഇതെല്ലാം വലിയ വാർത്തയാക്കും. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഗവൺമെന്റും ജുഡീഷ്യറിയും എല്ലാവരും കൂടിയാണ്, ബിസിനസ് ആൾക്കാരും. ശ്രദ്ധിച്ചു നോക്കണം, ഇവരാരും കൊതുക് കടിക്കില്ല, ഇവരാരും റോട്ടിൽ പോയി വീഴില്ല. ഇവരെല്ലാം ഈ കെണി വെച്ചിരിക്കുന്നത് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ടിവിയിലൂടെ അല്ലെ മീഡിയയിലൂടെ പല തരത്തിലെ വിഷങ്ങൾ അല്ലെ, പല ബിസ്ക്കറ്റുകൾ, പല ഐസ്ക്രീംസ്, ഇതെല്ലാം കാണിച്ച് കുഞ്ഞുങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഫീഡ് ചെയ്യിപ്പിക്കുന്നു. സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അച്ഛനും അത് മേടിച്ചു കൊടുക്കുന്നു. അവൻ കഴിക്കുമ്പോൾ അതും വിഷം തന്നെ. ഓക്കെ, പോയിസൺ, ഇറ്റ്സ് എ സ്ലോ പോയിസൺ. അതായത് ഷുഗർ എന്നുള്ളത് സ്ലോ പോയിസൺ തന്നെയാണ്. അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടാത്തൊരു കാര്യമാണ്. നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ പോപ്പുലേഷൻ കുറക്കാനും നമ്മുടെ വരാൻ പോകുന്ന തലമുറയെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പോയിസൺ ആണ് പ്ലാസ്റ്റിക്, അതോടൊപ്പം തന്നെ ഷുഗർ, ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ ആ കുഞ്ഞിന്റെ ഹെൽത്ത് പോയതാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം റെസ്റ്റ് ചെയ്യാനാണ് റിലാക്സ് ഫോർസ് ഈ ഒരു പുതിയൊരു കൺസെപ്റ്റിനെ കൊണ്ടുവന്നത്. അതായത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മഴയത്തിറങ്ങും, കുളിക്കും, അവൻ ചെളിയിൽ കളിക്കും, അവൻ ഓടി നടക്കും. അതോടൊപ്പം തന്നെ അവൻ എല്ലാവിധ ഭക്ഷണങ്ങളും കഴിക്കും. പച്ചക്കറികളെല്ലാം ശുദ്ധമായ പച്ചക്കറി കഴിക്കും, ശുദ്ധമായ ഫ്രൂട്ട്സ് കഴിക്കും. അവൻ ഫോൺ വേണ്ട. ഫോൺ എന്ന് പറഞ്ഞാൽ തന്നെ അവന്റെ ബ്രെയിനെ നില്ലാക്കാനുള്ള ഒരു കാര്യം മാത്രമാണ് ഫോൺ. കാരണം ബ്ലൂ റേസ്, ഇതെല്ലാം സ്കിന്നിനും ബോഡിക്കും എല്ലാം, ക്യാൻസർ എല്ലാം കൂടാനുള്ള ഏറ്റവും വലിയ കാരണം റേഡിയേഷനാണ്, നമ്മുടെ ഫുഡിലൂടെ വരുന്ന വിഷങ്ങളാണ്. അപ്പൊ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു ലൈഫായിരിക്കും റിലാക്സ് ഫോർസിന്റെ കുഞ്ഞുങ്ങളുടേത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ ഒരു പഴയ മിത്തില് ഇങ്ങനെ കൊക്കക്കോള ഇതെല്ലാം കുടിച്ച് ആ ഒരു കുഞ്ഞിനെ നശിപ്പിക്കാം, അല്ലെങ്കിൽ റിലാക്സ് ഫോർസെ പോലെ വളർത്തിയെടുക്കാം.